ബംഗളൂരു ബൗറിംഗ് ആശുപത്രിക്ക് സമീപം ശക്തമായ മഴയിൽ മതിലിടിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം. വിനോദയാത്രയ്ക്കെത്തിയ എറണാകുളം രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ് മരിച്ചത്. മഴയിൽ നിന്ന് രക്ഷ നേടി മതിലിനു സമീപം നിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ബംഗളൂരുവിൽ നിന്ന് സജു ചാമക്കാലയിലുണ്ട് വിശദാംശങ്ങളുമായി. സജു, എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത്? വിനോദയാത്രയ്ക്ക് എത്തിയവരാണ് അപകടത്തിൽപ്പെട്ട് ദാരുണാന്ത്യം അവർക്ക് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, രത്ന, അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ബംഗളൂരിൽ 5 മണിയോട് കൂടി സംഭവിച്ചിരിക്കുന്നത്. ശക്തമായ മഴയായിരുന്നു. 5 മണിക്ക് ആരംഭിച്ച മഴ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നീണ്ടുനിന്നു. ഈ സമയത്ത് അതായത് മഴയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി അടുത്തുള്ള ഒരു മതിലിനോട് ചേർന്ന ടാർപോളിന് കീഴിലേക്ക് കയറി നിന്ന സ്ത്രീകളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 2 മലയാളികളുണ്ട്. 7 പേരാണ് ആകെ മരിച്ചതിൽ 2 മലയാളികളാണ്. എറണാകുളം സ്വദേശികളാണ്. കുടുംബശ്രീയുടെ വിനോദയാത്രയ്ക്ക് വേണ്ടി വന്നവരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ലത, സ്മിത എന്നിവരാണ് ഈ മരിച്ചവരുടെ പേരുകൾ. ഇവർ എറണാകുളം രാമമംഗലം സ്വദേശികളാണ്. 56 അംഗ സംഘമാണ് ബംഗളൂരുവിലേക്ക് വേണ്ടി, അതായത് വിനോദയാത്രയ്ക്കായി വന്നത്. ഇവർ എറണാകുളത്തെ ഈ അമൃതം പൊടി ഉണ്ടാക്കുന്ന യൂണിറ്റിലെ ആളുകളാണ്. പർച്ചേസിന് വേണ്ടി ശിവാജി നഗർ മാർക്കറ്റിലേക്ക് വന്നു. ആ സമയത്തായിരുന്നു മഴ ഉണ്ടായത്. അതിൽ ശക്തമായ മഴയായിരുന്നു. ആലപ്പുഴ വർഷവും ശക്തമായ കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. ഈ സമയത്ത് ഈ ബോറിംഗ് ആശുപത്രിയുടെ മതിലിനോട് ചേർന്ന് ഒരു ടാർപോൾ ഉണ്ടായിരുന്നു. ഈ ടാർപോളിന് കീഴിലേക്ക് അഭയം തേടി ഇവരുടെ മുകളിലേക്കാണ് വലിയൊരു മതിൽ ഇടിഞ്ഞു വീണത്. 7 പേർക്ക് പരിക്കേറ്റുണ്ട്. ഇതിൽ 3 പേർ മലയാളികളാണ്. എന്തായാലും മഴ പെയ്തപ്പോൾ തന്നെ ഇവർ ഈ ടാർപോളിന് കീഴിലേക്ക് കയറി. അതായത് 6 പേരാണ് മലയാളികൾ ഇതിൽ ഉണ്ടായത്. അതിൽ 2 പേരാണ് മരിച്ചത്. ബാക്കി 3 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 7 പേർക്കോളം പരിക്കും പറ്റിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് വൈകിട്ടോടുകൂടി ബംഗളൂരുവിൽ ഉണ്ടായത്. 2 പേർ മരിച്ചു എന്നുള്ള വാർത്ത അല്പസമയം മുൻപാണ് സ്ഥിരീകരിച്ചിരുന്നത്. ആദ്യം ഈ മരണസംഖ്യ 7 പേർ മരിച്ചു എന്നുള്ള വാർത്ത വന്നു. അപ്പോൾ തന്നെ നമ്മൾ ഈ വാർത്ത നൽകിയതാണ്. പക്ഷേ അപ്പോൾ മലയാളികളാണ് എന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടായതിന്റെ അല്പസമയം മുൻപാണ് ഈ മരിച്ചവരിൽ 2 പേർ മലയാളികളാണ്, 2 സ്ത്രീകളാണ്, കുടുംബശ്രീ പ്രവർത്തകരാണെന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഉന്മേഷ്, രത്ന. സജു, ഇപ്പോൾ ഈ പരിക്കേറ്റവരിലും മലയാളികളുണ്ടോ സജു? ഇപ്പോൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പരിക്കേറ്റ 3 പേരുണ്ട്. അതായത് ഈ മതിലിന്റെ അടിയിൽപ്പെട്ട 3 സ്ത്രീകളും കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഈ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 മണി മുതൽ 6 മണി വരെ അതിശക്തമായ മഴയായതുകൊണ്ട് തന്നെ റോഡുകളിലൊക്കെയും അതിശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് ഇപ്പോൾ നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗതമൊക്കെയും തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 മലയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബാക്കിയുള്ള മലയാളികൾ, അതായത് ഈ 56 അംഗ സംഘത്തിലെ ബാക്കി സ്ത്രീകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി നിന്നു. അതായത് ഇവർ ഈ മാർക്കറ്റിന് ഉള്ളിലൊക്കെ ആയിരുന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇവർ ഈ അപകടത്തിൽ പെട്ടിരുന്നില്ല. പക്ഷേ മഴ പെയ്തപ്പോൾ ഈ ടാർപോളിന് കീഴിലേക്ക് വന്നു നിന്ന സ്ത്രീകൾക്കാണ് ഈ അപകടത്തിന് ഇരയായത്. അതിൽ 2 പേരാണ് മരിച്ചിരിക്കുന്നത്. 3 പേർ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ബംഗളൂരുവിൽ നിലവിൽ മഴയുടെ അവസ്ഥ എന്താണ്? മഴയ്ക്ക് ശമനമായിട്ടുണ്ടോ? നഗരത്തിൽ നേരത്തെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായ കാര്യം സജു അറിയിച്ചിരുന്നു. നിലവിൽ എന്താണ് മഴയുടെ അവസ്ഥ നഗരത്തിൽ സജു? ഉന്മേഷ്, ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. ഏകദേശം 5 മണി മുതൽ ഒരു 5:45, 6 മണി വരെ ഏകദേശം ഒരു 3/4 മണിക്കൂറിലധികമായിരുന്നു വലിയ തോതിലുള്ള ശക്തമായ മഴ ഉണ്ടായത്. മഴയും കാറ്റും ഒപ്പം തന്നെ ആലപ്പുഴ വർഷവുമായിരുന്നു. അതിശക്തമായ മഴയെ തുടർന്ന് റോഡുകളടക്കം വെള്ളക്കെട്ടുണ്ട്. അതായത് വലിയൊരു ചൂടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബംഗളൂരു നഗരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 40 ഡിഗ്രിക്ക് മുകളിലേക്കൊക്കെ ചില സ്ഥലങ്ങളിൽ എത്തിയതാണ്. ഈ സാഹചര്യത്തിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ശക്തമായിട്ടുള്ള ഒരു മഴ ഉണ്ടായത്. ഈ മഴയിൽ നിന്ന് വലിയ തോതിലുള്ള വെള്ളക്കെട്ടും പല ഭാഗങ്ങളിൽ രൂപപ്പെട്ടു. അങ്ങനെ ഈ വെള്ളക്കെട്ട് വന്ന് നിന്ന് ഈ മതില് ഇടിഞ്ഞു വീണെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ സർക്കാർ അന്വേഷണമൊക്കെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയാണ് കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇപ്പോൾ ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. എന്തായാലും 5 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ആകെ 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ 2 പേർ മലയാളികളാണ്. അപകടത്തിൽ പരിക്കേറ്റ 7 പേരിൽ 3 പേർ മലയാളികളാണ് എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത്. ശരി. ബംഗളൂരു ബൗറിംഗ് ആശുപത്രിക്ക് സമീപത്താണ് ശക്തമായ വേനൽ മഴയിൽ മതിലിടിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.